വെൽക്കം ബാക്ക് ടു JC ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. JC ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചാൾ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു, ഇനി നല്ലൊരു ആക്റ്റീവ് ആവാൻ നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ പ്ലസ് പ്രോട്ടീൻ പൗഡർ. ഓക്കെ, പ്രോട്ടീൻ പ്ലസ് പ്രോട്ടീൻ പൗഡർ. എന്താണ് പ്രോട്ടീൻ പൗഡർ, എന്താണ് പ്രോട്ടീൻ? ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്ന കാര്യം. അതിന് കുറച്ച് കാര്യം ഇൻഡിവിജ്വലായിട്ട് പറയുകയാണ്. നമ്മുടെ JC ഗ്രൂപ്പ് സ്റ്റാർട്ടായിട്ട് ഈ മെയ് 20 10 വർഷമായി. നമ്മുടെ JC ഗ്രൂപ്പ് സ്റ്റാർട്ടായിട്ട് 10 വർഷമായി. പക്ഷേ നമുക്ക് ഈ വർഷം ആഘോഷിക്കാൻ പറ്റിയില്ല. ഒരു സാഡ്നെസ് ആയിട്ടുള്ള മൊമെന്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ആഘോഷിക്കാൻ പറ്റിയില്ല. എൻ്റെ മൈൻഡ് ഒക്കെ അല്ലായിരുന്നു. പക്ഷേ നമ്മൾ മുന്നോട്ടുള്ള വർഷം ആഘോഷിക്കും. പിന്നെ നമ്മൾ JC ഗ്രൂപ്പ് തുടങ്ങിയത് വലിയ ഡ്രീമായിട്ടാണ് തുടങ്ങിയത്. പല എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സ്കില്ലുണ്ട്, പല സ്കില്ലുണ്ട്. ആ ഒരു സ്കില്ല് വെച്ചാണ് JC ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സ്കില്ല് ഫിറ്റ്നസ്സുമായിട്ട് കുറച്ച് സ്കില്ലുണ്ട്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ JC ഗ്രൂപ്പിന് അണ്ടറിൽ പല ടീംസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. JC ക്രിയേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഇവൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ് എന്തായിരിക്കാം? ഫിറ്റ്നസ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിനകത്ത് പല സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ഫിറ്റ്നസ് മാത്രമല്ല JC ഗ്രൂപ്പ്. ഓക്കെ, അതിലെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഞാൻ ടീമിൻ്റെ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ഞാനൊരു അനൗൺസ് ചെയ്യുകയാണ്. എന്താണ് JC മീൻസ്? എല്ലാ ക്ലയൻസ് ചോദിക്കുന്നത് എന്താണ് JC? അതിന് അർത്ഥമൊന്നുമില്ലയോ? എന്താണ് JC ഗ്രൂപ്പ്, JC ഫിറ്റ്നസ്, JC മീഡിയ, JC ക്രിയേഷൻസ്? അതിനർത്ഥമുണ്ട്. എൻ്റെ JCയുടെ ഇന്ന് മീനിങ് പറയുകയാണ് ജേണി ടു ചാമ്പ്യൻ. അതാണ് എൻ്റെ JC ഗ്രൂപ്പിൻ്റെ മീനിങ്. ഈ 10 വർഷം ജേണി ടു ചാമ്പ്യന് വേണ്ടി ഞാൻ പോരാടുകയാണ്. അത് നമ്മൾ എത്തും. നമ്മൾ ഇഷ്ടപ്പെട്ട് കിട്ടുന്നില്ലേ? നമ്മൾ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നില്ല, നമ്മൾ കഷ്ടപ്പെടും. 100% പറയുന്നത് കഷ്ടപ്പെടും, നമ്മൾ ചാമ്പ്യൻ ആവും. ജേണി ടു ചാമ്പ്യൻ. അപ്പോൾ ഇതുവരെ ദൈവം സഹായിച്ച് മുന്നോട്ട് നടത്തുന്നു. അത് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഉണ്ട്, എനിക്ക് അത് വിശ്വസിക്കുകയെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിന് നന്ദി പറയുന്നു. എൻ്റെ 10ാമത് വാർഷികം എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ പ്ലസ് പ്രോട്ടീൻ പൗഡർ. എന്താണ് പ്രോട്ടീൻ പൗഡർ? എന്താണ് പ്രോട്ടീൻ? ഒരു ശരാശരി മനുഷ്യന്, ഒരു ശരാശരി ഹ്യൂമൻ ബീൻസിന് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 62 ഗ്രാം ഉള്ള ഒരാൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം? 62 ഗ്രാമിന്. എല്ലാവരും നമ്മൾ രാവിലെ എണ്ണയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത്, പിന്നെ ടീ ടൈമിൽ ടീ കുടിക്കുന്നത്, നമ്മൾ സ്നാക്സ് കഴിക്കുന്നത്, നമ്മൾ ഡിന്നർ ടൈമിൽ നമ്മൾ റൈസ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേറെ എല്ലാം കഴിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കയറി, എത്ര ഗ്രാം കലോറി കയറി, എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് കയറുന്ന അറിയത്തില്ല, എനർജി കയറുന്ന അറിയത്തില്ല. എല്ലാവരും പ്രോട്ടീൻ ഫുഡാണ് പറഞ്ഞാൽ കഴിക്കുന്നത്. എഗ് കഴിക്കുമ്പോൾ ഫുള്ള് കഴിക്കുക പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്താണ് പ്രോട്ടീൻ പൗഡർ? ഒരു ശരാശരി ഹ്യൂമൻ ബീൻസിന് വേണ്ട പ്രോട്ടീൻ പൗഡർ എത്രയാണ് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം, വേറെ ആരും ഞാൻ തന്നെ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 62 ഗ്രാം ഉള്ള ഒരു വ്യക്തിക്ക് ഹ്യൂമൻ ബീൻസിന് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം? 0.8 ഗ്രാം പ്രോട്ടീൻ 1 kg വേണം, അല്ലെങ്കിൽ 1 ഗ്രാം പ്രോട്ടീൻ വേണം. അതായത് 55, 52 or 62 ഗ്രാം പ്രോട്ടീൻ വേണം. 62 kg ഉള്ള ഒരാൾക്ക് ഒന്ന് 55 ഗ്രാം പ്രോട്ടീൻ വേണം, അല്ലെങ്കിൽ 62 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ സൊസൈറ്റിയുള്ള ആൾക്കാർ ചോദിക്കുന്നത്, നീ ജിമ്മിലൊക്കെ പോകുന്ന കുഴപ്പമില്ല, പക്ഷേ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കല്ലേ, നിനക്ക് ഫുഡുണ്ടല്ലോ, മുട്ടയുണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ. ശരിയാണ്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യമില്ല, ഫുഡിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ ഫുഡിനകത്ത് എത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും? അത് നമ്മളൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഗ്ഗ് പറയാണ്. എഗ്ഗിനകത്ത് എഗ്ഗ് വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, യോർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനാണ് പ്രോട്ടീൻ കിട്ടുന്നത്. 2 പ്രോട്ടീൻ ഉണ്ട്. ഒരു എഗ്ഗിന് 6 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇപ്പോൾ എഗ് വൈറ്റിന് 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പം വീട്ടിൽ കഴിക്കുന്ന ഒരു എഗ്ഗ് ഫുൾ കഴിച്ചാൽ കുഴപ്പമില്ല, 2 എഗ്ഗും കുഴപ്പമില്ല. ഒരു 10 എഗ്ഗ് എടുക്കുക, നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല, ഫാറ്റാണ് അത്, ബാക്ക് ഫാറ്റ് വരും. അത് പിന്നെ വേറെ ഇഷ്യൂസ് ചെയ്ത് അൺഹെൽത്തി ഇഷ്യൂസും വരുന്നുണ്ട്. അത് കഴിക്കുന്നത് കുഴപ്പമില്ല. അത് ഡി വൈറ്റമിനാണ്, മുട്ടയുടെ യെല്ലോ ഡി വൈറ്റമിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രോട്ടീനായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഞാൻ ഒരു എഗ് വൈറ്റ് മാത്രം കണക്ക് കൂട്ടുന്നത് 4 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ശരാശരി മനുഷ്യൻ 4 എഗ് വൈറ്റ് കഴിക്കുന്നുണ്ട്. എഗ് വൈറ്റ് എത്ര കഴിക്കുന്നുണ്ട്? 4. അപ്പോൾ എത്രയായി? 4 ഒരു 1 ടൈം കഴിഞ്ഞാൽ എത്ര? 4. അപ്പോൾ എത്രയായി? 20 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. 4 എഗ് വൈറ്റ് 20 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഓക്കെ, 20. ചിക്കൻ ബ്രസ്റ്റിന് എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്? 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിന് എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്? നമ്മുടെ കണക്കൂട്ടുന്ന പ്രകാരം എത്ര? 32 ഗ്രാം ഉണ്ട്. 28 ഗ്രാം പ്രോട്ടീൻ ചിക്കൻ ബ്രസ്റ്റിന് 100 ഗ്രാം കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ കണക്കൂട്ടി വെച്ചേക്കുന്നത് എനിക്ക് കിട്ടുന്ന ശരി ഒരു 24 ഗ്രാം നമുക്ക് പ്രോട്ടീൻ കിട്ടി, ചിക്കൻ ബ്രസ്റ്റിന് പ്രോട്ടീൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെത്ര മുട്ടയ്ക്കകത്ത് എത്ര? 20 പ്ലസ് നമുക്കിപ്പോൾ 22 ആയി. ചിക്കൻ അത് കൂടെ കിട്ടുമ്പോൾ 22 ആയി. പിന്നെ ബാക്കി നമുക്ക് വേണമെങ്കിൽ ഫയർ ഐറ്റംസ് ഉണ്ട്, അത് നമുക്ക് തന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രോട്ടീൻ കിട്ടും. പിന്നെ നട്ട്സ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീനായിട്ടുള്ള ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് കാണും. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് പ്രോട്ടീനായിട്ടുള്ള. അങ്ങനെ ഐറ്റംസുകൾ ഉണ്ടെങ്കിലും നമ്മൾ കണക്കൂട്ട സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് 62 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 100% ഷുവറായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഫുഡിൽ നിന്ന് കണ്ടെത്തിയാൽ 100% ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ എക്സ്പെൻസ് എത്ര ആവും? നമ്മളിപ്പം ഒരു സാധാരണ ഒരു മീഡിയം ലെവലിൽ പോകാതിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹൈ എക്സ്പെൻസ് ആവും. ഒരു 7 മുട്ട നമ്മളിങ്ങനെ ചിക്കൻ ബ്രസ്റ്റ്, അങ്ങനെ ഒരു കാൽക്കുലേറ്റ് 1% നമ്മളിപ്പോൾ കേരളത്തിലായിട്ട് ഇപ്പം ഒരു ശരാശരി മീഡിയനായിട്ടുള്ള ആൾക്കാർ പോകുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആവും. ചിലപ്പോൾ ഒരു 255 Indian rupees ആവാം. അങ്ങനെയുള്ള ഈ എമൗണ്ട് ഡെയിലി വരും. ചിലപ്പോൾ അത് പറ്റത്തില്ല, വലിയ എക്സ്പെൻസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, പ്രോട്ടീൻ കഴിക്കുന്ന മാത്രം പോരാ, നമുക്ക് അബ്സോർവ് ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞു, നമ്മൾ ഫുഡിൽ നിന്ന് കഴിച്ചാൽ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാണ് നോക്കണ്ടായി. പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് വൺ ടൈം ഡൈജഷൻ കിട്ടുന്ന എത്ര? 20 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞല്ലോ, ചിക്കൻ ബ്രസ്റ്റിന് കിട്ടുന്ന എത്ര? 32 ആയിരിക്കാം, 28 ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീൻ, ഇപ്പോൾ നമ്മളൊരു പ്രോട്ടീൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ ചിലപ്പം കുറച്ച് പ്രോട്ടീനെ കാണത്തുള്ളൂ. ബോഡിക്കകത്ത് അബ്സോർവ് ചെയ്ത് ചിലർക്ക് 18 ഗ്രാം പ്രോട്ടീൻ അബ്സോർവ് ചെയ്യും, ചിലർക്ക് അബ്സോർവ് ചെയ്യത്തില്ല. അത് ഓരോ ബോഡിയുടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചാൻസ് കുറവാണ്. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ രീതി വേണം നമ്മൾ മുന്നോട്ട് ചിന്തിച്ച് പോകാൻ. അപ്പോൾ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബോഡിക്ക് അത് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫുഡിൽ നിന്ന് കണക്കാക്കിയത് പോകാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഒരു ശരാശരി മനുഷ്യൻ അത്യാവശ്യം ഫുഡിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറ്റിയില്ലെങ്കിൽ മാത്രമാണ് പ്രോട്ടീൻ ഫുഡിലോട്ട് പോകേണ്ട കാര്യങ്ങൾ. ഓക്കെ,
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല പ്രോട്ടീൻ പൗഡർ കഴിക്കാനോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ വീഡിയോസ് പറയുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഗുണമുള്ള വീഡിയോ മാത്രം ഇടാൻ ഉദ്ദേശിക്കുന്നത് മാത്രം ഞാൻ പറയുകയാണ് എന്താണ് പ്രോട്ടീൻ. ഓക്കെ, പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടത് ആരാണ്? നമ്മളിപ്പം ജിമ്മിൽ പോകുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടല്ലോ, ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്യാവശ്യം ഫിറ്റ്നസ് ഓക്കെയാണ്. എനിക്കത് അച്ചീവ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പം പ്രോട്ടീൻ പൗഡർ ആവശ്യമുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 65, എനിക്ക് 65 kg ഉണ്ടെങ്കിൽ എനിക്ക് എത്ര 130 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡിൽ നില കണ്ടെത്താൻ പറ്റുന്നത് 35 ഗ്രാം പ്രോട്ടീൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്തുവാ, പ്രോട്ടീൻ പൗഡർ തന്നെ നോക്കും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ, ബിയോഡി ന്യൂട്രീഷൻ. ഇതൊരു സ്കൂപ്പ് എടുക്കുന്ന സമയത്ത് 25 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതിനകത്ത് 22 ഗ്രാം എനിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എത്ര 2 ടൈംസ് ആയിട്ടെങ്കിൽ 44-50 ഗ്രാമിനകം എനിക്ക് പ്രോട്ടീൻ പൗഡർ കിട്ടും. പിന്നെ എനിക്ക് ഫുഡിൽ നിന്ന് 45 ഗ്രാം പ്രോട്ടീൻ കിട്ടും. എനിക്ക് അങ്ങനെ 100 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കൂടി കയറുന്നുണ്ട്. അതാണ് ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ഗുണം. അല്ലാതെ നമ്മൾ ഈ കരുതുന്ന പോലെ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നല്ല സാധനം നോക്കി കഴിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല ബ്രാൻഡ് സാധനമുണ്ട്. ഇപ്പോൾ എൻ്റെ കേരളത്തിൽ എൻ്റെ ടീം വർക്കായിട്ട് ഞങ്ങൾ കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ പൗഡറിൻ്റെ ബിസിനസ് ഉണ്ട്. കേരളത്തിലാണ്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്. അവിടെ നിങ്ങൾ ബ്രാൻഡ് സാധനം കൊടുക്കും. മറ്റേ ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെ സാധനം കൊടുക്കുന്നുണ്ട്. മസിൽടെക്കിൻ്റെ ഉണ്ട്, നൈട്രോടെക്കിൻ്റെ ഉണ്ട്, BSN ഉണ്ട്, BOD ഉണ്ട്, അൾട്ടിമേറ്റ് ന്യൂട്രീഷൻ്റെ ഉണ്ട്. എല്ലാം വേ ഉണ്ട്, മാസ്ക് ഉണ്ട്, എല്ലാം ഞങ്ങളുടെ ബിസിനസ്സിനകത്തുണ്ട്. അത് ഞങ്ങൾ ഇപ്പം കൊറിയർ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ക്ലയൻസിന് നിർബന്ധമായിട്ട് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്ന ഒരു ക്ലയൻസ് കൊടുക്കുന്നില്ല. ഞങ്ങൾ എല്ലാവർക്കും സെയിൽ ചെയ്യുന്ന രീതി ഒന്നും പറഞ്ഞത്. ഞങ്ങൾ ബ്രാൻഡായിട്ടുള്ള സാധനം എടുക്കുന്നത്, BODയുടെ ബ്രാൻഡായിട്ടുള്ള സാധനമായിരിക്കും നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിലെ നമ്പർ ഞാൻ ഇപ്പം ഫേസ്ബുക്ക് കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ ഞാൻ ടീമിനോട് പറഞ്ഞേക്കാം. നല്ല ബ്രാൻഡ് സാധനം ഞങ്ങൾക്ക് തരാം, പ്രോട്ടീൻ പൗഡർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പ്രോട്ടീൻ പൗഡറും ഈ പ്രോട്ടീനെ പറ്റി അറിയാത്തൊരു പലതും പറയും കേട്ടോ. പ്രോട്ടീൻ പൗഡർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ പൗഡർ കഴിക്കാം. ഓക്കെ.